യെസ് സർപ്രൈസ് ആയില്ലേ തുറന്നു നോക്ക് ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹലോ ഗായ്സ്, ഇന്ന് എൻ്റെ ഫ്രണ്ട് പൂജയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് സെലിബ്രേഷനൊക്കെയാണ് ഇന്ന് ഈ വ്ളോഗിലുള്ളത്. അപ്പോൾ രാത്രി നമ്മൾ ചെറിയൊരു കേക്ക് പുഡിങ് കട്ട് ചെയ്തു. എന്നിട്ട് പൂജയുടെ അമ്മ അവൾക്ക് വേണ്ടി വാങ്ങിയൊരു ഗിഫ്റ്റ് നമ്മളെല്ലാവരും കൂടെ അവൾക്ക് കൊടുത്തു. അതിൻ്റെ ഒരു ഓപ്പണിംഗ് ആണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ അത് ഓപ്പൺ ചെയ്തപ്പോഴാണ് നമ്മളത് കാണുന്നത്. ഒരു ക്യൂട്ട് പൂച്ചക്കുട്ടിയുടെ ഒരു ടോയ് ആയിരുന്നിട്ട് അതിൻ്റെ ഉള്ളിൽ സൗണ്ടൊക്കെ വരും. അതിന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അയ്യോ നല്ല ക്യൂട്ട് സംഭവം. പൂച്ചക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ നമ്മൾ ഉച്ചയായപ്പോഴത്തേക്ക് ഒരു മന്തിയൊക്കെ കഴിക്കാൻ വേണ്ടി പോയായിരുന്നു. അൽറാസിൽ പോയി മന്തിയൊക്കെ കഴിച്ച് ലാസ്റ്റ് ക്ഷീണിച്ചിരിക്കുന്ന പുണ്യേനെയും ബാക്കിയുള്ളവരെയാണ് നിങ്ങളീ കാണുന്നത്. പിന്നെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അത് കണ്ട നന്ദുവിൻ്റെ എക്സ്പ്രഷനാണ് കേട്ടോ ഇത്. അത് കഴിഞ്ഞ് നമ്മളവിടെ നേരെ അറ്റ്ലസിലേക്ക് പോയി. അവിടെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇത് വാങ്ങിയതൊന്നല്ല കേട്ടോ. ഇത് നമ്മൾ ജസ്റ്റ് കണ്ടപ്പോഴത്തേക്കും ഒരു കൊതിയാറിനെടുത്ത് വെച്ചതാണ്. എല്ലാവരും ട്രൈ ചെയ്തു ഗൈസ്. അടിപൊളിയാണ്. ഇപ്പോഴും കുട്ടിക്കളി മാറാത്ത കുറേ പിള്ളേരാണ് ഞങ്ങൾ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നടക്കുന്ന വഴി നമ്മളൊരു കേക്ക് കട്ടിങ് കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് പൂജ ശരിക്കും സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നു. പൂജ ഹാപ്പി ബർത്ത്ഡേ ടു യു. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് കേക്കൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ പിന്നെ നേരെ ഒന്ന് സ്റ്റുഡിയോയിൽ കയറി ജസ്റ്റ് ഒന്ന് പുതിയ കളക്ഷൻസൊക്കെ ഒന്ന് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടി ഒന്ന് കയറിയതാണ്. ഓണായതുകൊണ്ട് അന്നൊന്ന് ഫുൾ ഒരു എത്നിക് വൈബായിരുന്നു കേട്ടോ സ്റ്റുഡിയോയിൽ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ നമ്മുടെ മേക്കപ്പ് സെക്ഷനിൽ പോയി കുറച്ച് ഐലൈനറൊക്കെ ട്രൈ ചെയ്ത് നോക്കി. ഡിഫറെൻറ്റ് കളറിലുള്ള ഐലൈനർ ഇവർ ട്രൈ ചെയ്താണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഹോസ്റ്റലിലെത്തി. രാത്രി ആയപ്പോഴത്തേക്കും പൂജയ്ക്ക് ഒരു സർപ്രൈസും കൂടി ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടെ കൊടുത്തൊരു ഗിഫ്റ്റാണ് കേട്ടോ. അങ്ങനെ പൂജയുടെ ബർത്ത്ഡേ നമ്മൾ അടിച്ച് പൊളിച്ച് സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്.